വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് ആയുധം കടത്തുന്ന വൻ സംഘത്തെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘത്തിലെ അജയ്, മൻദീപ്, ദൽവീന്ദർ, രോഹൻ എന്നിങ്ങനെ 4 പേര് ഡൽഹിയിലെ ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹൈടെക് ടർക്കിഷ് ചൈനീസ് നിർമ്മിത പിസ്റ്റളുകൾ സംഘം വിതരണം ചെയ്തിരുന്നതായും ഈ കേസ് ദേശീയ തലസ്ഥാന മേഖലയിലെ ക്രമസമാധാനത്തിന് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുകയും പരിശോധന നടത്തിവരികയും ചെയ്യുന്നതിനിടെയാണ് ISI ബന്ധമുള്ള ആയുധ റാക്കറ്റ് ഡൽഹി പോലീസിന്റെ മുന്നിൽപ്പെടുന്നത്. ആയുധങ്ങൾ കടത്താൻ സംഘം നന്നായി ആസൂത്രണം ചെയ്ത ശൃംഖല ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഡ്രോണുകൾ വഴിയാണ് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ പഞ്ചാബിലേക്ക് ഇറക്കുന്നത്. തുടർന്ന് അവ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിക്കും. തുടർന്ന് അവ ഡൽഹിയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും ഗുണ്ടകൾക്കോ ക്രിമിനൽ സംഘങ്ങൾക്കോ ഒക്കെ വിതരണം ചെയ്യും. കുപ്രസിദ്ധ ഗുണ്ടകളായ ലോറൻസ് ബിഷ്ണോയ്, ബാംബിഹ, ഗോഗി, ഹിമാൻഷു റാവു എന്നിവർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുക എന്നതും ഈ റാക്കറ്റിന്റെ ടാസ്കുകളിൽപ്പെട്ടതായിരുന്നു എന്നും പോലീസ് പറയുന്നു. ഈ ഓപ്പറേഷനിൽ പ്രതികളിൽ നിന്ന് 10 വില കൂടിയ വിദേശ പിസ്റ്റളുകളും 92 വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തുർക്കിയിലും ചൈനയിലും നിർമ്മിച്ച ഹൈടെക് ആയുധങ്ങളാണ് ഇവ. ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ കള്ളക്കടത്ത് സംഘത്തിന്റെ സങ്കീർണവും നന്നായി ആസൂത്രണം ചെയ്തതുമായ തന്ത്രത്തെ പ്രകടമാക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇനി നമ്മൾ പറയുന്നത്. പാകിസ്ഥാന്റെ ISIയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ശൃംഖല പ്രവർത്തിച്ചത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യും. പ്രതികൾ ഇതുവരെ ഇന്ത്യയിൽ എത്ര ആയുധങ്ങൾ വിറ്റിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട് എന്നതിനൊക്കെ ഏതൊക്കെ കുറ്റവാളികൾക്കാണ് അവ വിതരണം ചെയ്തത് എന്നതൊന്നും ഇപ്പോൾ പോലീസിന് വ്യക്തതയില്ല. ഇവയെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ, ബാങ്ക് വിശദാംശങ്ങൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയെ ആശ്രയിച്ച് മുഴുവൻ നെറ്റ്വർക്കിനെയും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ ദേശീയ തലസ്ഥാന മേഖലയിൽ എത്ര കുറ്റവാളികൾക്ക് വിദേശ ആയുധങ്ങൾ ലഭ്യമായി എന്നും ഭാവിയിൽ ഇത്തരം ഭീഷണികൾ തടയാൻ എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നും വെളിപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റിലായ 4 പ്രതികളിൽ 2 പേർ പഞ്ചാബ് നിവാസികളായതിനാൽ ആയുധ കള്ളക്കടത്തിന്റെ ശൃംഖല ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്നും മറിച്ച് രാജ്യ തലസ്ഥാന മേഖല മുഴുവനും വ്യാപിച്ചിരുന്നു എന്നും ഇത് കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ഡൽഹിയിൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അങ്ങിങ്ങ് കനത്ത സുരക്ഷയും ജാഗ്രതയും നിലനിൽക്കുന്ന സമയത്താണ് 4 പേർ രാജ്യത്തെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത് രാജ്യത്തേക്ക് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ആയുധങ്ങൾ കടത്തുന്നു, ക്രിമിനൽ സംഘങ്ങൾക്ക് വിൽക്കുന്നു, അവ കൈകാര്യം ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. പോലീസ് അന്വേഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ നമുക്കിതിന്റെ കൂടുതൽ വ്യക്തതകൾ കൈവരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.